പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരം വെറും ഒരു ശരീരാവയവമായിരുന്നില്ല, അത് സ്വർഗവും ഭൂമിയും സംഗമിച്ച ഒരു ദേവാലയമായിരുന്നു. ഓരോ ദിവസവും എല്ലാ അമ്മമാരെ പോലെയും തൻ്റെ ഉള്ളിൽ വളരുന്ന ജീവന്റെ ചലനം തിരിച്ചറിഞ്ഞിരുന്നു ആ അമ്മയും. അതേ പ്രപഞ്ചനാഥന്റെ താളാത്മക സ്പന്ദനം. അവളുടെ ഹൃദയം ആ കൊച്ചു ഹൃദയത്തോടൊപ്പം ഇടിച്ചു. ആ സമയത്തൊക്കെയും ആ അമ്മ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം താൻ വഹിക്കുന്നത് സ്വർഗത്തിന്റെ രഹസ്യമാണെന്നോ എന്നോർത്ത്. അങ്ങനെ 9 മാസം അവൾ ആ ദൈവപുത്രനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചു. ഒന്നുകൂടി ചിന്തിക്കാം, ആരെയാണ് പരിശുദ്ധയമ്മ ഉദരത്തിൽ വഹിച്ചതും വേദനയോടെ പ്രസവിച്ചതും? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതിയിൽ ഭയങ്കരനായവനെ, മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത സത്യത്തെ സൂര്യനെ തീചക്രമാക്കി ഉരുട്ടിയവനെ, സൃഷ്ടികളുടെ രാജാവും ഉടയവനുമായവനെ, ആകാശവും ഭൂമിയും ഭരിക്കുന്നവനെ. പ്രിയമുള്ളവരെ, ലോകം കണ്ട ഏറ്റവും വലിയ വിമോചകനെ ഉദരത്തിൽ വഹിച്ച് കാലത്തിന്റെ തികവിൽ പ്രസവിച്ച പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിനാണ് നാം ഒരുങ്ങുന്നത്. ഏറ്റു പറയാൻ നമുക്ക് ആ അമ്മയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, പരാതികൾ, ആവശ്യങ്ങൾ. ഹൃദയം തകർന്ന് വിളിക്കാൻ നമുക്കും പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെന്ന്. ആ അമ്മയുടെ മാധ്യസ്ഥമുണ്ടെങ്കിൽ നമുക്കും ഈ ലോകത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ധൈര്യത്തോടെ നേരിടാൻ കഴിയും. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും മറിയത്തെ പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനും ശ്രമിക്കാം. അമ്മയോട് അതിനായി പ്രാർത്ഥിക്കാം. നോമ്പിന്റെ ഈ 6ാം ദിവസം ലോകത്ത് ഉടനീളമുള്ള മരിയ ഭക്തരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു ദിവസം.